ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഒരുപാട് പേരുടെ ആഗ്രഹമായിരുന്നു ബഡ്ജറ്റ് ലെവലിലുള്ള വാഹനങ്ങൾ, പ്രത്യേകിച്ച് മാരുതിയുടെ 800 ഒക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് മാരുതി 800 ആണ്. ഇതിന്റെ ഇയറും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാമെന്ന് ഇന്ത്യയിൽ കണ്ടേക്കണം. ഈ ഒരു വാഹനത്തിന് 5 കൊല്ലത്തേക്ക് ഇനി പുത്തൻ പേപ്പർ ഉണ്ട്, അതുകൂടാതെ തന്നെ പുത്തൻ ഇൻഷുറൻസ് ആണ്. റേറ്റ് ഒക്കെ വളരെ തുച്ഛമായിട്ടുള്ള റേറ്റ് ആണ്. ഇതിന്റെ കണ്ടീഷൻ വെച്ച് നോക്കണമെങ്കിൽ റേറ്റ് ഒന്നും കൂടുതലേ അല്ല എന്ന് വേണം നമുക്ക് പറയാം. ഇതിന്റെ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിലേക്ക് നമ്മളൊന്ന് കടക്കുമ്പോൾ ഒരു കാര്യം പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ 1 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. ഞാൻ ഡെയിലി ഇതുപോലത്തെ യൂസ്ഡ് കാർ റിവ്യൂസും അതുകൂടാതെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. നമുക്ക് ഈ ഒരു മാരുതി 800 ഫുൾ വ്യൂ കണ്ടിട്ട് വരാം, ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാരുതി 800. ഈ ഒരു 800 പെർഫെക്റ്റ് ആണ് കണ്ടീഷൻ, നിങ്ങൾക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം. കൂടാതെ തന്നെ ഇതിന് 5 year വാലിഡിറ്റി പേപ്പേഴ്സ് ഉണ്ട്, വാലിഡ് ഇൻഷുറൻസ് ഉണ്ട്, പുത്തൻ ഇൻഷുറൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ വാഹനത്തിൻ്റെ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ കണ്ടീഷനാണ്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുമ്പോൾ തന്നെ ഇതൊരു ബ്ലൂ തീമിലാണ് ഇതിൻ്റെ ആ ബോഡിയും കാര്യങ്ങളൊക്കെ വന്നതാണ്. യാതൊരു രീതിയിലൊരു ഭയങ്കരമായിട്ടുള്ള പാച്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റില്ല. അതൊക്കെ തന്നെ ഈ വണ്ടിയുടെ എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് കാണാം ഇത് AC സപ്പോർട്ടറാണ്, വിത്ത് AC ആണ് ഈ വാഹനം വരുന്നത്. ഓടിക്കാനൊക്കെ വളരെയധികം കംഫർട്ട് തരുന്നൊരു വാഹനം തന്നെയാണ്. കൂടാതെ തന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സീറ്റും കാര്യങ്ങളെല്ലാം യാതൊരു രീതിയിലൊരു കീറലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും ഇതിന് സംഭവിച്ചല്ല. അതിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം. ടയേഴ്സ് നോക്കിയാൽ ടയേഴ്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രിപ്പോടെ ബാക്കി നിൽക്കുന്നുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ടയർ നമ്മളൊന്ന് അടുത്ത് ക്ലോസ് സൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 80% ടയേഴ്സ് ഉണ്ട്. കൂടാതെ തന്നെ അതിന് വീൽ കപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബമ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ചെറുതായിട്ട് ആ ഒരു ബമ്പറിന് ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. അത് സാധാരണ മിക്ക 800 നമ്മൾ കാണാറുള്ളൊരു സംഭവമാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ടയേഴ്സും 80% ടയേഴ്സ് ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. യാതൊരു രീതിയിലുള്ള പാച്ചൊന്നും നമുക്ക് ആ ഒരു ആർച്ചിൽ കാണാനില്ല. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടി ട്രാവൽ ചെയ്തിട്ട് ഇതിൻ്റെ റിയർ ഭാഗത്തെ ടയറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഏകദേശം ഫ്രണ്ടിൽ കണ്ട അതേ ടയറിനേക്കാളും ഒരു പടിക്ക് മുൻപിൽ എന്ന് വേണമെങ്കിൽ പറയാം 90% ടയേഴ്സ് ഉണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ യാതൊരു രീതിയിൽ ചളക്കോ കാര്യങ്ങളൊന്നുമില്ല. 800 AC ബാഡ്ജിങ് ഫുള്ള് വ്യൂ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്, എഡ്ജ് ടു എഡ്ജ് വ്യൂ തരുന്നുണ്ട്. ഇതിൻ്റെ താഴെ നോക്കുമ്പോൾ ചെറുതായിട്ടൊരു പെയിൻറ്റ് താഴെ ഭാഗത്ത് മാത്രം കുറച്ച് പോയിട്ടുണ്ട്. അതുകൂടാതെ വേറെ യാതൊരു പ്രശ്നങ്ങളും ഈ ഭാഗത്തിന് എക്സ്റ്റീരിയർ ഭാഗത്ത് കാണാനില്ല. ഇൻറ്റീരിയേഴ്സ് എങ്ങനെയാണ് നമുക്ക് നോക്കിയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ റോളിംഗ് വിൻഡോസിൻ്റെ ആ ഒരു പാഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കാണാം. അതുകൂടാതെ തന്നെ ഇൻറ്റീരിയർ ഭാഗം നോക്കുമ്പോൾ വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്ന വണ്ടിയാണ്. 97 മോഡലാണെന്ന് ആരും പറയില്ല, 97 ആണ് ഇതിൻ്റെ മോഡൽ. പക്ഷേ ഒരു രീതിയിലുള്ളൊരു പഴമ നമുക്ക് ഫീൽ ചെയ്യില്ല. അതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ പ്രത്യേകത. സീറ്റ് നോക്കുകയാണെങ്കിൽ സീറ്റും വളരെയധികം ക്വാളിറ്റി ഉള്ളൊരു സീറ്റ്സ് തന്നെ. പിന്നെ ഡാഷ്ബോർഡ് അതുകൂടാതെ തന്നെ കൺസോൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. എല്ലാത്തിനും ഒരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ വർക്കിംഗ് AC ആണ്, ACയും ഫാനും എല്ലാം വർക്കിംഗ് ആണ്. കിലോമീറ്റേഴ്സ് ഇപ്പോൾ ഏകദേശം ഒരു ഇതിൽ കാണിക്കുന്ന 79 ആണ്. പക്ഷേ അത് എത്ര ശതമാനം വിശ്വസനീയമാണ് എന്ന് നമുക്കറിയില്ല, കാരണം ഇത്രയും കുറച്ച് മോഡൽ പൊറോട്ട ആയതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയുന്നില്ല. ഇനി നമുക്ക് പാസഞ്ചർ സൈഡ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. പാസഞ്ചർ സൈഡ് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടെ കാണാം നമ്മൾ സാധാരണ മാരുതിയിലൊക്കെ കാണുന്ന രീതിയിലുള്ള ആ ഒരു പാഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി സീറ്റ്സ് നോക്കുകയാണെങ്കിൽ സീറ്റ്സൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ കണ്ടോ, ബാക്ക് സൈഡൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തേക്കുന്ന വാഹനം തന്നെയാണ്. സീറ്റ്സൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ഇരിക്കുന്നു. യാതൊരു രീതിയിലൊരു കീറലോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റുന്നില്ല. ഇനി ലെഗ് സ്പേസ് ഒക്കെ നോർമലായിട്ട് നമ്മൾ മാരുതിയിൽ കാണുന്ന ലെഗ് സ്പേസ് ഈ വാഹനത്തിനുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ നോക്കുമ്പോൾ വളരെ കണ്ടോ നല്ലൊരു ഭംഗിയിൽ തന്നെ ഇതിൻ്റെ ഫുൾ ഭാഗങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജും കാണിച്ചു തന്നേക്കാം. എന്തെങ്കിലും പാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ നോക്കാവുന്നതാണ്. ആ ഡോറിൻ്റെ ആ ഫുള്ള് വ്യൂ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് കൂടാതെ ഫ്രണ്ട് ഡോറിൻ്റെ കൂടി ഞാൻ ഒന്ന് കാണിച്ചു തന്നേക്കാം.
നോക്കിയേക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്കിവിടെ നോക്കുമ്പോൾ അത്യാവശ്യം ടൈറ്റാണ് കണ്ടോ. ഇവിടെ നമുക്ക് സർവീസ് സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കൂടാതെ ഞാൻ നേരത്തെ കാണിച്ചാൽ ഫുള്ള് വ്യൂ വരുത്തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാരുതി 800ന്റെ ഫുള്ള് വ്യൂ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അല്ലേ, നല്ല സൂപ്പർ വണ്ടി, അടിപൊളി വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടിരിക്കുന്ന വാഹനം തന്നെയാണ്. ഇത് 1997 മോഡലാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. അതിനൊക്കെ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും അതേപോലെ ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും അതുകൂടാതെ തന്നെ യൂസ്ഡ് കാർ റിവ്യൂസും അതേപോലെ എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ഒരു ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ആ 2 ലിങ്കും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് 42,000 രൂപയാണ്. 42,000 നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ താഴെ തന്നെ ലിങ്കിനകത്ത് കൊടുക്കുകയാണെങ്കിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം, നെഗോഷിയേറ്റ് ചെയ്യാം. നിങ്ങൾ റേറ്റ് ഫിക്സ് ചെയ്യാം, അഡ്വാൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഫുൾ പേയ്മെൻറ്റ് വന്നിട്ട് വാഹനം എടുത്തുകൊണ്ട് പോകാം. നല്ല വണ്ടി, സൂപ്പർ വണ്ടി. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം. പിന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എത്രയും പെട്ടെന്ന് നമുക്ക് വേറൊരു വാഹനത്തിന് റിവ്യൂ ആയിട്ട് കാണാം.